ക്ഷേമബബ്രൂഹോ കദീശോ ഹാദാലഹോ ഷാരേറോ അമീൻ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. യേശുക്രിസ്തു ഇതാ ജീവൻ പ്രദാനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിത്യമായ ജീവൻ പ്രദാനം ചെയ്യുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത മാർഗം അപ്പമായി മാറുക എന്നുള്ളതാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കുദാശയാണ്. തൻ്റെ ശരീരവും തൻ്റെ രക്തവുമെല്ലാം നമുക്ക് വേണ്ടി ദാനമായി സ്നേഹമായി നൽകുന്ന കുദാശ. കാൽവരിയിൽ യേശുക്രിസ്തു മരിച്ചു, നിങ്ങളുടെയും എൻ്റെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതാ വീണ്ടും അമ്മാനുവേലായി നമ്മോട് കൂടെയായിരിക്കുന്ന ദൈവമായി നമ്മുടെ കൂടെ വസിക്കുവാൻ, നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ, നമ്മളെ നയിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ ഇതാ വിശുദ്ധ കുർബാനയായി കർത്താവ് മാറി. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, പെസഹ ആചരിക്കുക. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 9 മുതലുള്ള വചനങ്ങളിൽ എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടത് എന്ന് ഇസ്രായേൽ ജനത്തിന് കർത്താവ് മോശ വഴി നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്, ഇപ്രകാരം അത് ഭക്ഷിക്കണം. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ അത് ഭക്ഷിക്കണം. ഇനിയും ആട്ടിൻകുട്ടികളെക്കുറിച്ച് കർത്താവ് നൽകുന്ന പ്രബോധനം ഇതാണ്: ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഊനമറ്റ ആടിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അപ്പോൾ ആട്ടിൻകുട്ടിയെ കൊന്നിട്ട് അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഇതാ വാതിൽപ്പടിയിൽ പുരട്ടണം. എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടത് എന്ന് മോശ വഴി ദൈവം അരുളി ചെയ്തു. എന്നിട്ട് കർത്താവ് തുടരുകയാണ്. അത് കർത്താവിൻ്റെ പെസഹയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ, ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. പാസ് ഓവർ. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. ഇതാ സംഹാരദൂതൻ കടന്നു പോവുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാനായിട്ട് ഫറവോയോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടു. ഫറവോ കഠിന ഹൃദയനായതല്ലാതെ അതിന് സമ്മതിച്ചില്ല. ഇതാ മഹാമാരികളെ, ഈജിപ്തിലെ പ്രഹരിച്ചുകൊണ്ട് ദൈവം മഹാമാരികളെ അയക്കുകയാണ്. അവസാനത്തെ മഹാമാരിയായി ഇതാ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം കൊല്ലപ്പെടുകയാണ്. സംഹാരദൂതൻ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഇതാ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം സംഹരിക്കപ്പെടുന്ന സമയത്ത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം തിരുവചനം, കട്ടിളയിലുള്ള രക്തം
നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. കട്ടിളപ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങൾ പുരട്ടിയില്ലേ? ആ രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ആ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ, ഞാൻ ഈ ലോകത്തെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. നിങ്ങളിൽ കുഞ്ഞാടിൻ്റെ രക്തം ഉണ്ട് എങ്കിൽ. ഈ കുഞ്ഞാട് ആരാണ് എന്ന് യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ ഉദ്ഘോഷിച്ചു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന, ലോകത്തിൻ്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം എവിടെയുണ്ടോ അവിടെ സംരക്ഷണമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തം എവിടെയുണ്ടോ അവിടെ വിശുദ്ധിയുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പത്രോസ്ലീഹ പറയുകയാണ്. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടാണ്. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ്. ഈ രക്തം നിങ്ങളെ വിശുദ്ധീകരിക്കും. ലോകത്തിൻ്റെ മേലുണ്ടാകുന്ന മഹാമാരിയിൽ നിന്നും, ലോകത്തിൻ്റെ മേലുണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. യേശുക്രിസ്തു പ്രകാശത്തിലാണ്, നമ്മളും പ്രകാശത്തിലാണെങ്കിൽ യേശുക്രിസ്തുവുമായി നമുക്ക് ഫെലോഷിപ്പുണ്ട്, നമുക്ക് കൂട്ടായ്മയുണ്ട്. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. സകല പാപങ്ങളിൽ നിന്നും, സകല രോഗങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അതുകൊണ്ട് ഇതാണ് ജീവന് വേണ്ടി ദൈവം തന്നിരിക്കുന്നത്. ഈ അപ്പം ഭക്ഷിച്ചാൽ, ഈ രക്തം പാനം ചെയ്താൽ നിങ്ങൾക്ക് ജീവനുണ്ടാകും. ഇതാ കർത്താവ് പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം തിരുവചനം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എന്നാൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം, യേശുവിൻ്റെ രക്തമാണ് യഥാർത്ഥ പാനീയം. അങ്ങനെ തിരുശരീര രക്തങ്ങൾ പാനം ചെയ്യുന്നവൻ, ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇതാണ് അവൻ നമ്മോട് കൂടെ വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയിൽ ദൈവം വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ
നമുക്കറിയാം, നമ്മുടെ കൂടെയുള്ള ആൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയിൽ ദൈവം വസിക്കുന്നു. നമ്മിലും ദൈവം വസിക്കുന്നു, ആ വ്യക്തിയിലും ദൈവം വസിക്കുന്നു. സ്നേഹം തന്നെയായ ദൈവം, സ്നേഹത്തിൻ്റെ കുദാശയായി, സ്നേഹത്തിൻ്റെ അഗ്നിയായി നമ്മിൽ ഇറങ്ങി വരുന്ന ദൈവം. വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ദൈവമായ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ടയാണ്. ഈ തീക്കട്ട ദൈവസ്നേഹത്തിൻ്റെ തീയാണ്. ഈ ദൈവസ്നേഹത്തിൻ്റെ തീ നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലുള്ള ആസക്തികളെയും പാപവികാരങ്ങളെയും ഇതാ കരിച്ചു കളയും. നിങ്ങളിലും എന്നിലുമുള്ള എല്ലാ ആസക്തികളെയും എല്ലാ പാപവികാരങ്ങളെയും നശിപ്പിച്ചു കളയുവാൻ, ദഹിപ്പിച്ചു കളയുവാൻ പ്രാപ്തിയുള്ളതാണ് ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാകുന്ന വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ സാധിക്കും, യഥാർത്ഥമായി വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉൾക്കൊള്ളുവാനും ആ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയിൽ നിറഞ്ഞ് ജീവിക്കുവാനും നമുക്കിടയായില്ലെങ്കിൽ നമ്മൾ കാണുന്ന വിശുദ്ധ കുർബാനകളും നമ്മൾ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാനകളും എല്ലാം വ്യർത്ഥമായി പോകും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹമാണ് നമ്മിലേക്ക് വരുന്നതെന്നും ദൈവസ്നേഹത്തിൻ്റെ കുദാശ, സുറിയാനിയിൽ പരിപൂർണതയുടെ പരിപൂർണത എന്നാണ് വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത്. കുദാശകളുടെ രാജ്ഞി എന്നാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ കുദാശകളിലും ഏറ്റവും പ്രധാനം വിശുദ്ധ കുർബാനയാണ്. കാരണം വിശുദ്ധ കുർബാന യേശുക്രിസ്തു തന്നെയാണ്. തൻ്റെ തിരുശരീരവും തൻ്റെ തിരുരക്തവുമാണ് ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ കുദാശയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴും നിങ്ങൾ സ്വീകരിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, പൗരസ്ത്യനായ പൗലോസ്ലീഹ ഒരു കാര്യം മാത്രം നമ്മളോട് പറയുന്നു: അയോഗ്യമായി നിങ്ങളിത് സ്വീകരിക്കരുത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു മുന്നറിയിപ്പ് ഇതാണ്: ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യും. എങ്ങനെയാണ് അയോഗ്യതയോടെ നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഒരു കണ്ടീഷൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം തിരുവചനം ഇങ്ങനെയുണ്ട്: നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വ്യക്തിയോട് ഹൃദയത്തിൽ വിരോധമുണ്ട് എന്നല്ല കർത്താവ് പറയുന്നത്. നിൻ്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെങ്കിൽ, എനിക്ക് വിരോധമില്ല ആരോടും, പക്ഷേ എന്നോട് വിരോധമുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനേകം പേർ നമ്മോട് വിരോധമുള്ളവരുണ്ടാകും. ഇവിടെ കർത്താവ് പറയുകയാണ്, അങ്ങനെയുണ്ട് എന്ന് നിനക്ക് മനസ്സിലായാൽ നീ ആദ്യം പോയി സഹോദരനുമായി രമ്യതയിലാകുക, എന്നിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുക. അങ്ങനെയെങ്കിൽ രമ്യപ്പെടാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അയോഗ്യമായി ആണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനി പരിഹാരം എന്താണ്? കർത്താവ് പറയുകയാണ്, നിൻ്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുക. അതായത് ക്ഷമ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതുമെല്ലാം ഹൃദയത്തിലാണ്. അതുകൊണ്ട് ഹൃദയപൂർവ്വം സഹോദരനോട് രമ്യപ്പെട്ടിട്ട് ഇതാ നിനക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. എന്ന് പറഞ്ഞാൽ നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ആരോടും ഒരു വിധത്തിലുമുള്ള പരിഭവങ്ങളും വെച്ച് പുലർത്തരുത്. ഇതാണ് കണ്ടീഷൻ. ഇങ്ങനെയെങ്കിൽ ഈ കുർബാന നമ്മൾ സ്വീകരിക്കുന്നു, അത് കർത്താവിന് പ്രീതികരമാണ്. എന്നാൽ വിദ്വേഷത്തോടെയും വെറുപ്പോടുകൂടിയും വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഇതാ പാപത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തുല്യമാണത്. നമുക്കറിയാം, ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർക്ക് മാത്രം നൽകപ്പെടുന്നതാണ് വിശുദ്ധ കുർബാന.
എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയെ വിശുദ്ധൻ എന്നാണ് ദൈവം കരുതുന്നത്. പൗലോസ്ലീഹ വിളിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളെയെല്ലാം വിശുദ്ധരായിട്ടാണ് വിളിച്ചിരുന്നത്. വിശുദ്ധൻ എന്നാണ് ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ പൗലോസ്ലീഹ അഭിവാദനം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനുമെല്ലാം ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചുകൊണ്ട് മാത്രം ജീവിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോവുകയില്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചതുകൊണ്ട് മാത്രമായില്ല, ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹം ഹൃദയത്തിൽ വരിക. അങ്ങനെ ഹൃദയത്തിൽ സ്നേഹം നിറയുന്ന വ്യക്തിക്ക് പിന്നെ വെറുപ്പിന് അവിടെ ഇടമില്ല, അല്ലെ പരിഭവത്തിന് ഇടമില്ല, പരാതികൾക്ക് ഇടമില്ല, നിരാശയ്ക്ക് ഇടമില്ല. അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. ഇനി വെറുപ്പോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ തിരുവചനം. ആ അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ദിവസം ഇതാ 12 സ്ലീഹന്മാരും ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. 11 പേരും സ്വീകരിച്ചത് യോഗ്യതയോടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ സ്നേഹമാണ് സ്വീകരിച്ചത്, സ്നേഹത്തെയാണ് സ്വീകരിച്ചത്. എന്നാൽ ഒരു വ്യക്തിയിൽ മാത്രം സ്നേഹമില്ലായിരുന്നു, വഞ്ചനയായിരുന്നു, വൈരാഗ്യമായിരുന്നു, അസൂയയായിരുന്നു ആ വ്യക്തിയിൽ. അഹങ്കാരവും അസൂയയും ഒക്കെ നിറഞ്ഞ ആ വ്യക്തിത്വം നമുക്കറിയാം. യൂദാസ്, അവൻ അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തേക്ക് പോവുകയാണ്. കാരണം അപ്പക്കഷണം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശയാണ് സ്വീകരിച്ചത്. അവൻ പുറത്തേക്ക് പോയപ്പോൾ രാത്രിയാണ്, അന്ധകാരമാണ്. അവൻ പോയത് പ്രകാശത്തിലേക്കല്ല, അന്ധകാരത്തിലേക്കാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ, സ്നേഹത്തിൻ്റെ കൂദാശ സ്വീകരിക്കുന്ന വ്യക്തി സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് പുറത്തേക്ക് പോകുന്നത്, പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കാൻ. എന്നാൽ ഈ വ്യക്തി പോകുന്നത് അന്ധകാരത്തിൽ. അതിന് കാരണം എന്താണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം തിരുവചനം. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ കൂദാശ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നീരസവും വെറുപ്പും ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ ഉള്ളിൽ സ്നേഹത്തിന് വരാൻ സാധിക്കുകയില്ല. പിന്നെയോ വെറുപ്പ് ഉള്ളിലേക്ക് പ്രവേശിക്കും. യേശുക്രിസ്തു ഉള്ളിൽ വസിക്കുന്നതിന് പകരം പിശാച് ഉള്ളിൽ വസിക്കുന്ന അനുഭവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കൂദാശ സ്വീകരിക്കുമ്പോൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. ഒരുപക്ഷെ ഏതെങ്കിലും ആസക്തിയിൽ കഴിയുന്ന ഒരു വ്യക്തി പാപത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ വ്യക്തിയിലേക്ക് സാത്താൻ പ്രവേശിക്കുന്നു എന്ന് മാത്രമല്ല, ആ വ്യക്തിക്ക് ഏത് പാപത്തിന് അവൻ അടിമയാണോ ആ പാപം ഇരട്ടി ശക്തിയോടെ ചെയ്യുവാനുള്ള ആ സാധ്യത മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇതാ ദൈവം ഉള്ളിലേക്ക് വരുന്നു, സ്നേഹം ഉള്ളിലേക്ക് വരുന്നു. എന്നാൽ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, ഞാനൊരു വിശ്വാസിയാണെന്ന് അറിയിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, അല്ലെങ്കിൽ പള്ളിയിൽ വന്നതല്ലേ എന്നാൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചല്ലേ എന്നാൽ കുർബാന സ്വീകരിച്ചേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ എല്ലാം
അയോഗ്യതയോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. നിഷ്കളങ്കനായ ഊനമറ്റ കുഞ്ഞാട്, ഇതാ പാപം ചെയ്യാത്തവനായി ആരുമില്ല ലോകത്തിൽ. ഈ ഭൂമിയിൽ യേശുക്രിസ്തു മാത്രമാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപത്തിന് അതീതനായ യേശുക്രിസ്തു, നമ്മെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുക്രിസ്തു, ഓരോ നിമിഷവും കർത്താവ് പറയുന്ന ആ സ്നേഹത്തിൻ്റെ വചനം, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 20-ാം തിരുവചനം, എഫ്രായീം, നീ എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ പൊന്നോമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എൻ്റെ ഉള്ളിലുദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ ആ തുടിക്കുന്ന ഹൃദയം, യേശുക്രിസ്തുവിൻ്റെ തുടിക്കുന്ന ഹൃദയത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഹൃദയം. മകനെ, മകളെ, മറ്റെല്ലാവരേക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് പറയുന്നതാണ്, ഞാൻ എല്ലാവരെയും ഒരുപോലെയല്ല സ്നേഹിക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് യുണീക്കായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത്, അതുല്യമായിട്ടാണ്. മറ്റാർക്കും നൽകാത്ത സ്നേഹം ഇതാ നിനക്ക് ഞാൻ തരികയാണ് വിശുദ്ധ കുർബാനയിലൂടെ. വേറെ ആർക്കും നൽകാത്ത അത്രമാത്രം സ്നേഹത്തിൻ്റെ പ്രവാഹം ഇതാ വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങൾക്ക് തരികയാണ്. ആ സ്നേഹം സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ, ആ നമുക്ക് വേണ്ടി തുടിക്കുന്ന ആ ഹൃദയത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നതല്ലേ പലപ്പോഴും പാപത്തിലും വെറുപ്പിലും അഹങ്കാരത്തിലും അസൂയയിലും വിദ്വേഷത്തിലും എല്ലാം ഇതാ പിശാചിൻ്റെ കൂട്ടുകാരായി നമ്മൾ മാറുന്നത്. ഈ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തി എല്ലാ പാപത്തിൽ നിന്നും പശ്ചാത്തപിച്ച് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടുവാൻ തന്നെ സമർപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എന്ന കൂദാശ, ആ സ്നേഹത്തിൻ്റെ കൂദാശ നമുക്കെല്ലാം അറിയാവുന്നതാണ്. എങ്കിലും ഒരിക്കൽ കൂടി കർത്താവ് നമ്മളെ ഇന്നത് ഓർമ്മിപ്പിച്ച് തരുന്നത്, ഒരുപക്ഷെ ആ സ്നേഹത്തിൽ നമ്മൾ വീണ്ടും നിറയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടാണ്. എത്ര സ്നേഹിച്ചാലും തീരാത്ത സ്നേഹം, എത്ര വർണ്ണിച്ചാലും അതിനെല്ലാം ഉപരിയായ സ്നേഹം, ഒരിക്കലും തീരാത്ത ആ സ്നേഹം, ഒരിക്കലും അസ്തമിക്കാത്ത ആ സ്നേഹം, അനന്തമായ ആ സ്നേഹം വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. അയോഗ്യതയോടുകൂടി അത് സ്വീകരിക്കുവാൻ നമുക്കിടയാകാതിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലുള്ള വെറുപ്പുകൾ, പാപങ്ങൾ എല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് നല്ല ഒരു പശ്ചാത്താപത്തോടുകൂടി, അനുതാപമുള്ള ഹൃദയത്തോടുകൂടി, എളിമയോടുകൂടി, കർത്താവെ, ശതാധിപൻ പ്രാർത്ഥിച്ചതുപോലെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, യാതൊരു യോഗ്യതയുമില്ലാത്ത നിങ്ങളിലേക്കും എന്നിലേക്കുമെല്ലാം എഴുന്നള്ളി വരുന്ന രാജാവായ യേശുക്രിസ്തു, ആ ദൈവത്തെ വിശുദ്ധ കുർബാനയിലൂടെ സ്നേഹമായി സ്വീകരിക്കുവാൻ ഉള്ള കൃപയ്ക്കായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.